പാലാരിവട്ടത്ത് KSRTC മിന്നൽ ബസ് നിയന്ത്രണം വിട്ട് ഓടയിലേക്ക് തെന്നിയിറങ്ങി. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. കന്യാകുമാരി പാലക്കാട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ ഒരു 3:45-4 മണിക്കുള്ളിൽ അപകടം സംഭവിച്ചു. ഞാൻ റൈറ്റ് സൈഡ് ട്രാക്കിലൂടെ വരികയായിരുന്നു. ലെഫ്റ്റ് സൈഡത്തെ ട്രാക്കിൽ നിന്ന് പെട്ടെന്ന് റൈറ്റിലേക്ക് ഒരു കാറ് കയറി വന്നതാണ്. അപ്പോൾ അതിൽ തട്ടണ്ടെന്ന് വിചാരിച്ച് ബ്രേക്ക് ചെയ്തതാണ്. പക്ഷേ ആ വണ്ടിയിൽ തട്ടും ചെയ്തു. തട്ടിക്കഴിഞ്ഞപ്പോൾ കൺട്രോൾ പോയിട്ട് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി. ബസ് മറിയുകയും ചെയ്തില്ല. യാത്രക്കാർക്കാർക്കും കുഴപ്പമൊന്നുമില്ല. അവരെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ടു. ഈ തട്ടിയ കാറുകാരെ നിർത്തിയില്ല? ഇല്ലില്ല, വണ്ടി നിർത്തില്ല. തട്ടൽ കഴിഞ്ഞിട്ട് തട്ടിയിട്ട് കുറച്ച് മാറി നിർത്തി. വണ്ടി കാനയിലേക്ക് മറിഞ്ഞു എന്നുണ്ടപ്പോൾ വണ്ടി അത് എടുത്തിട്ട് പോയി. മുഹമ്മദ് റഫീഖ് വിവരങ്ങൾ നൽകും. റഫീഖ്, എന്താണ് സംഭവിച്ചത്? ജിൽസി, ഇന്ന് പുലർച്ചെ 3:45 ഈ ബസ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്ന് കന്യാകുമാരിയിലേക്ക് ബസ് പോവുകയായിരുന്നു. ബസ് സാധാരണഗതിയിൽ 4:15 കന്യാകുമാരിയിൽ എത്തേണ്ടതാണ്. പാലക്കാട് എത്തുന്ന നല്ല ബ്ലോക്കുകളും മറ്റും കാരണം ബസ് വൈകിയത്, മഴയും ബ്ലോക്കുകളും കാരണം. ഇവർ ബസ്സുമായി ഇങ്ങനെ വരുന്നതിനിടെ ഒരു കാറ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുകയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ, കാറിലിരിക്കാൻ വേണ്ടി ബ്രേക്ക് ചെയ്തപ്പോൾ അപകടത്തിൽപ്പെടുകയുമായിരുന്നു ഡ്രൈവർ പറഞ്ഞത്. ബസ്സിലെ യാത്രക്കാർക്കോ അതിലെ ഡ്രൈവർ അടക്കമുള്ള ജീവനക്കാർക്കോ കാര്യമായി പരിക്കില്ല. ബസ്സിയുടെ കാനയിൽ വന്ന് തട്ടി നിന്നുകൊണ്ട് മാത്രം ആണ് മറിയാതിരുന്നത്. ഇത് മറിഞ്ഞിരുന്നെങ്കിൽ പരിക്കുണ്ടായിരുന്നു. വലിയൊരു അപകടമാണ് ആ രീതിയിൽ ഒഴിവായത്. ബസ് അമിത വേഗതയിലായിരുന്നില്ല എന്നാണ് ജീവനക്കാർ പറഞ്ഞത്. അതേസമയം തന്നെ ബസ്സിലിടിച്ച കാറ് സംബന്ധിച്ചുള്ള അന്വേഷണം KSRTC ആരംഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് കാർ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. കാർ നിർത്തിയില്ല എന്നുള്ളതാണ് ബസ് ഡ്രൈവർ ആരോപിക്കുന്നത്. ജിൽസി.